ദിസ് ഈസ് അവർ ഫസ്റ്റ് സ്റ്റേ അറ്റ് വർക്കല. ഞങ്ങൾ ഇവിടെ വന്ന് ബസ് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. രാവിലെ ആണെങ്കിൽ ചിയ സീഡ്സ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന വാട്ടർ മാത്രമായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വർക്കല, ആക്ച്വലി കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയത്. അവിടുന്ന് നമ്മൾ ബസ് എടുത്ത് വർക്കല പോയി. ആൻഡ് ഇറ്റ്സ് അവർ ഫസ്റ്റ് ഡേ. നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റേയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ദ ഹോട്ടലിലാണ് ഫസ്റ്റ് ഡേയിലെ സ്റ്റേ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ വോക്കല എത്തിയിട്ട് അവിടുന്ന് ഐ തിങ്ക് 2 കിലോമീറ്റേഴ്സ് ഓട്ടോയിൽ പോകണമായിരുന്നു. അങ്ങനെ നമ്മളൊരു ഓട്ടോ ഒക്കെ എടുത്തിട്ട് ഓട്ടോയിലാണ് പോയത്. ആൻഡ് ഐ തിങ്ക് ഒരു 5 to 7 മിനിറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഹോട്ടലിൽ സ്റ്റേയിലെത്താൻ വേണ്ടിയിട്ട്. നമ്മളവിടെ ചെന്ന് ചെക്കിങ് ഒക്കെ ചെയ്തു. നമ്മുടെ പേര്, അഡ്രസ്സ് ആൻഡ് ഇതെല്ലാം കൊടുത്തു. നേരെ നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ സ്റ്റേ വാസ് ലുക്കിംഗ് സോ പ്രിട്ടി. ഇറ്റ്സ് ലൈക്ക് അവരുടെ ആ ഒരു വൈബൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഓലയും ആൻഡ് ഇറ്റ്സ് ലൈക്ക് നല്ല രസമായിരുന്നു. അവിടെ കുറേ കോട്ടേജേഴ്സ്, അങ്ങനെ ഓരോരോ കോട്ടേജ് ആയിട്ടാണ് അവരുടെ റൂം. നമ്മളിങ്ങനെ ഒരു ഫ്ലാറ്റ് ടൈപ്പ് അല്ല, ലൈക്ക് ഇറ്റ്സ് സോ പ്രിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാനാണെങ്കിൽ നൈറ്റ് വ്യൂവിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ ആ നൈറ്റിലുള്ള ഫോട്ടോസ് കണ്ടിട്ടാണ് ഇത് ആക്ച്വലി ബുക്ക് ചെയ്തത്. ഇപ്പം നമ്മൾ നമ്മുടെ സ്റ്റേയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ലൈക്ക് ഐ തിങ്ക് നമ്മുടെ റൂം നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. അപ്പം കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന കോട്ടേജ്. ഇവിടെ ആദ്യം കയറുമ്പോൾ ഒരു കുഞ്ഞ് സിറ്റിംഗ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞാണ് റൂം. മിനി റെഫ്രിജറേറ്റർ ഒക്കെ ഉണ്ട്. നമ്മളിവിടെ വന്ന് ലഗേജൊക്കെ വെച്ചു. ആൻഡ് ഇറ്റ് ലുക്സ് സോ ആസ്തറ്റിക്. ഐ റിയലി ലൈക്ക് ദ വ്യൂ. ആൻഡ് ഇതാണ് നമ്മുടെ വാഷ്റൂം. ആൻഡ് അതിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ വർക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ നല്ലൊരു വാം ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അമ്മ എന്തിനാ ഇവിടെ വന്നേ? അമ്മ എന്തിനാ വന്നേ? നിന്റെ അഹങ്കാരത്തിന്. എൻ്റെ അഹങ്കാരത്തിനോ? എൻ്റെ കൊച്ചൻ്റെ അഹങ്കാരം. ഇതുപോലുള്ള എന്തിനാ വന്നേ? ഉറങ്ങാനോ? അത് ഉറങ്ങാനാണോ വന്നത്? ഉറങ്ങാനാണെ വീട്ടിൽ കിടന്നുറങ്ങിയപ്പോഴേ. സമാധാനം തരത്തില്ല. അയ്യോ, ഇത്ര സമാധാനം തരുന്നൊരു കൊച്ചു വേറെ എവിടെ ഉണ്ട് ഈ ഉലകത്തി? എന്താ എൻ്റെ കൂറൊക്കെ വല്ല നോക്കണ്ട. നമ്മൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. ഒന്ന് പോയൊരു ഫ്രഷ് ആവണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് അമ്മ ഇപ്പോൾ ഉറങ്ങുകയാണ്. അമ്മേനെ കുത്തിപ്പൊക്കി. ഇവിടെ കുറേ കഫേസ് ഉണ്ട്. കൊച്ചിനും കുറേ റീൽസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഹി ജസ്റ്റ് വാണ്ട് മീ ടു എക്സ്പ്ലോർ മോർ. ലൈക്ക് അങ്ങനെ ഒരു ആൾ നമ്മുടെ ലൈഫിലുള്ളത് ഭയങ്കര നല്ലതാണ്. ലൈക്ക് ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് എ ബ്ലെസ്സിങ്. അങ്ങനെ ഒരാൾ ലൈക്ക് നമുക്ക് കുറേ പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് ലൈക്ക് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാമല്ലോ, അങ്ങനത്തെ ഒരാളാണ് എൻ്റെ ലൈഫിൽ വെച്ചൻ. അപ്പോൾ ആ കഫേസിലൊക്കെ പോകണം. ആൻഡ് ദാറ്റ് ഈസ് ഹൗ വി ആർ പ്ലാനിങ് നൗ. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എല്ലാം എൻ്റെ തലയിലാണ്. ആക്ച്വലി ഐ എം നോട്ട് എ ഗുഡ് ഓർഗനൈസർ. എനിക്കങ്ങനെ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഐ എം നോട്ട് ഗുഡ് അറ്റ് ഓൾ. എൻ്റെ അമ്മ അടിപൊളിയാണ് ആ കാര്യത്തിലൊക്കെ. പക്ഷേ ഇപ്പോൾ അമ്മ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നേക്കാണ് ഈ ട്രിപ്പിൻ്റെ. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വർക്ക്സ്. എനിക്ക് നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്ത് ഒരു ട്രിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ബൈ ബൈ. നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡാർജിലിംഗ് കഫേയിലോട്ട് പോവാണ്. അങ്ങനെ എൻ്റെ കുംഭകർണനെ എണ്ണിപ്പിച്ചോട്ട് വന്നിട്ടുണ്ട്. പോയിട്ട് വരാം. നമ്മൾ നമ്മുടെ ഇന്ദ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ഡാർജിലിംഗ് കഫേയിലോട്ട് പോവാണ്. നല്ല ഹോസ്പിറ്റാലിറ്റി ആട്ടോ ഇവിടെ. അവർ നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് ഗോ. ഐ എം വെയിറ്റിംഗ് ഫോർ ദ സൺസെറ്റ് വ്യൂ. ഇങ്ങോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സായ് ഹോക്ക്. നല്ല ഭംഗിയുണ്ട് ഈ ഓല കൊണ്ടൊക്കെ മേഞ്ഞിരിക്കുന്നത് കാണാൻ. ആൻഡ് ഐ ജസ്റ്റ് ലൈക്ക് വൈറ്റ് കളർ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് മൈ ഫേവറേറ്റ് ആണ്. ഈ വൈറ്റ് മതിൽ, വൈറ്റ് ബിൽഡിങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഏരിയ. അപ്പോൾ നമ്മൾ വലിയ ദൂരമൊന്നുമില്ല, ജസ്റ്റ് 5 മിനിറ്റ്സ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. സോ യാ, വി ആർ ഗോയിങ്. ഹിയർ വി ആർ. നമ്മൾ ഡാർജിലിംഗ് കഫേയിൽ എത്തിയിട്ടുണ്ട്. ഓപ്പൺ അല്ലേ?
ഇത് പാർക്കിംഗ് ആണോ? ഇത് പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു ഡാർജിലിംഗ് കഫേയുടെ. കഫേ എവിടാ? ആ കഫേ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകണം. ഇവിടെ ഒന്നും ആരുമില്ല. ഞാൻ നേരത്തെ വിളിച്ചോണ്ട് വന്നതാണ്. അങ്ങനെ ഇപ്പം കിടന്ന് ഉറങ്ങണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഉറങ്ങാനാണോ വന്നത്? ആ സോ വേർ ഈസ് ഇറ്റ്? വഴി തെറ്റിപ്പോയായിരുന്നു, പക്ഷെ കറക്റ്റ് വഴിയിലെത്തി. രണ്ടുപേർക്കും പിന്നെ പട്ടീനെ ഒരു പേടിയില്ലാത്തത് കൊണ്ട് പട്ടിയാണെങ്കിൽ ഒട്ട് മാറുന്നുമില്ല. പട്ടി സ്നേഹಕ್ಕೆ നമുക്ക് പിന്നെ സ്നേഹിക്കാം, ഒന്ന് മാറുമോ? എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് പട്ടിയെ. എൻ്റെ അമ്മയാണ് ഈ പട്ടിയെ ഇങ്ങനെ വെറുപ്പിച്ചത്. അമ്മ എന്ത് ഉറക്കമ്മേ? അമ്മ കഷ്ടമുണ്ട്, അതാണെങ്കിൽ കടിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു പല്ലൊക്കെ ഷാർപ്പ് ചെയ്യുന്നു. അമ്മ അടിമുടി നോക്കുന്നു. എനിക്ക് പേടിയാണ് അതിൻ്റെ തോട്ടം കണ്ടിട്ട്. ഞാൻ ക്രോക്സ് ആണ് ഇട്ടത്, അതാണ് കുറച്ചുകൂടെ നടക്കാൻ കംഫർട്ടബിൾ. ദർ ഈസ് ബീച്ച് വ്യൂ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അതെ എന്തോ ആ മുകളിൽ ഡാർജിലിംഗ് കഫേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഉള്ളിലോട്ടായതുകൊണ്ട് കുറച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു വീട്ടിൽ ചോദിച്ചിട്ട് അവർക്കറിയത്തില്ല ഡാർജിലിംഗ് കഫേ ഏതാണ്. മുകളിലത്തെ ഫ്ലോറിലാണ് ഡാർജിലിംഗ് കഫേ. നമുക്ക് അങ്ങോട്ട് പോവാം. ആർക്കെ ഇതാണ് നമ്മുടെ കഫേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഇത് ആക്ച്വലി ഈ കഫേയിൽ വരാൻ എനിക്ക് പ്ലാനൊന്നുമില്ലായിരുന്നു. ഇത് ട്രിവാൻഡ്രം ഉള്ള ഒരാൾ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ ട്രിപ്പ് ബൈ ലൈഫ് പിന്നെ ഐറ കഫേ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളിവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല വെയിലുണ്ട്. ഇപ്പം സമയം 4:15 ഉള്ളൂ. പക്ഷേ സൺസെറ്റ് ആകുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും. സോ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവരെനിക്കൊരു വെല്ലുവിളിയാണ്. എൻ്റെ ചേച്ചിയാണെന്ന് എല്ലാവരും പറയും. ചേച്ചിയാണെന്നേ പറയുള്ളൂ, അനിയത്തിയാണെന്നൊന്നും പറയില്ല. ബിക്കോസ് മൈ സ്കിൻ, മൈ ബോഡി ആൻഡ് മൈ ഗ്ലോ അതൊക്കെ 20s ആണല്ലോ. ഇവർ 40s. അവർ മെനു കാർഡൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഓർഡർ ചെയ്യണം. സൺസെറ്റ് വരെ ഇവിടെ ഇരിക്കണമല്ലോ. നല്ല രസമുണ്ട് അവിടെ കാണാൻ. അവിടെ വെയിലായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇരിക്കാത്തത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ എന്ത് ഓർഡർ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യട്ടെ. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നല്ല സോങ്സ് ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു ന്യൂഡ് ചിക്കൻ ഓൺ ദ ബീച്ച് ആൻഡ് 1 മാംഗോ ജ്യൂസാണ്. മാംഗോ ജ്യൂസ് വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. പക്ഷേ എൻ്റെ മെയിൻ കോഴ്സ് വന്നില്ല. അതുകൊണ്ട് ഞാൻ അതും കൂടെ വന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ നേരമായി വെയിറ്റിംഗ്. ആൻഡ് ഞങ്ങൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. It's actually yummy. So good. അതെന്താ പേര് പേരാവും കേട്ടോ. ന്യൂഡ് ചിക്കൻ ഓൺ ദ ബീച്ച്. ന്യൂഡ് ചിക്കൻ, തുണിയില്ലാത്ത ചിക്കൻ.
സോ നമ്മുടെ സൺസെറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 1 hour കഴിഞ്ഞു. 4:30 ആയപ്പോൾ വന്നതാണ്. ആൻഡ് ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാനുള്ള ടൈം ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഫുഡൊക്കെ ഫിനിഷ് ചെയ്തു. ഇനി വിശക്കാണെങ്കിൽ എന്തെങ്കിലും മേടിക്കണം. ആൻഡ് ഇറ്റ്സ് സോ 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 ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നല്ല രസമാണ് കാണാൻ. നല്ല അടിപൊളിയാണ്. ഇത് സൺസെറ്റിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ആൻഡ് ഐ ഹോപ്പ് വിത്തിൻ 15 minutes സൺസെറ്റ് ആവുമായിരിക്കും. അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. മതി. ഫൈനലി സൺസെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ബാക്ക് ക്യാമിൽ. അതിൻ്റെ ആ ഒരു ഗോൾഡൻ തിളക്കം എൻ്റെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് സോ പ്രിറ്റി. ഐ വിൽ ഷോ യു. ഇത് ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. ഞാൻ അങ്ങോട്ട് ആദ്യം കയറിയപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു. അതിൻ്റെ കളർ കണ്ടോ? ലൈക്ക് ഡിഫറെൻറ്റ് കളേഴ്സ്. ക്രാബും പ്രോൺസും എല്ലാം ഉണ്ട്. ഐ തിങ്ക് നമുക്ക് ചൂസ് ചെയ്ത് ഗ്രില്ല് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിവേ ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. ഇവിടുത്തെ ലൈറ്റിങ്, ആ വാം ലൈറ്റിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഷില്ലോങ്ങിലൊക്കെ ഞാൻ കുറേ കഫേസ് കണ്ടിട്ടുണ്ട് ആസ്തെറ്റിക് ലുക്കുള്ള. പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട്, നല്ല സ്പേഷ്യസ് ആണ്. ആൻഡ് കുറേ ഫോട്ടോ സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ടുണ്ട് സിറ്റിംഗ് ഏരിയ ആണ്. നല്ല ഭംഗിയുണ്ട്. ലൈറ്റിങ്ങും ഇൻറ്റീരിയറും എല്ലാം മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് അവരുടെ ഡാൻസ് ഫ്ലോറാണ്. എന്നോ അവിടെ നമ്മൾ പോകുന്നില്ല, നമ്മളിപ്പം പോവാണ്. കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. ആൻഡ് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടം നമ്മൾ അത്ര എക്സ്പ്ലോർ ചെയ്തില്ല. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ ബൈ ഡാർജിലിംഗ്. നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ താഴെ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ആൻഡ് ഇതും വ്യൂ പോയിൻറ്റ്സ് ഒക്കെയാണ്. നമുക്കിവിടെ ഇവിടെ നല്ല വ്യൂ ആണ്. പക്ഷെ എന്നാലും മോളിൽ നിന്നുള്ള വ്യൂ ഒരു പ്രത്യേക വ്യൂ ആണ്. ആൻഡ് നൗ വി ആർ ഗോയിങ് ബാക്ക്. ഇവിടെ എല്ലായിടത്തും ഒരു വാം ലൈറ്റിംഗ് ആണ്. ആൻഡ് ഐ റിയലി ലൈക്ക് വാം ലൈറ്റ്. സോ എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ലാസ്റ്റ് വർക്കിൽ വന്നപ്പോൾ ഐ വാസ് ഇൻ 8th standard. അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ടും മെമ്മറി ഹിറ്റാവുന്നില്ല. ലൈക്ക് ഓർമ്മയുണ്ട്, സ്റ്റിൽ എനിക്ക് അത്ര ഓർമ്മയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ന്യൂ എക്സ്പീരിയൻസ് പോലെ തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇതെല്ലാം കഫേസാണെന്ന് തോന്നുന്നു. ആൻഡ് ഇത് ഐ തിങ്ക് സ്റ്റേ ആണ്. നമ്മളിവിടെ ആദ്യം സ്റ്റേ നോക്കിയായിരുന്നു. പക്ഷെ അപ്പോൾ അവിടെ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് അവിടെ ഇത് റൂംസ് അവൈലബിൾ അല്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഹോട്ടലായിരുന്നു. നമ്മൾ കുറേ നോക്കിയായിരുന്നു. ഈ ഇപ്പോഴത്തെ ഇത് തന്നെ നമ്മൾ കുറേ അവൈലബിലിറ്റി നോക്കി ലാസ്റ്റാണ് കിട്ടിയത്. സമയം കൂടുന്തോറും നല്ല ക്രൗഡഡ് ആവുന്നുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഒന്നും ആരും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ക്രൗഡ് ആവുന്നുണ്ട്. ബിക്കോസ് ദ വ്യൂ ഈസ് ഓൾസോ ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ബെറ്റർ. നമ്മുടെ സൂര്യൻ പോയിട്ട് ചന്ദ്രൻ ലാൻഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു പോകുന്ന വഴിയെല്ലാം കാണാൻ ഒരുപാട് നല്ല ഷോപ്സ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇതെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് ഒന്നും കണ്ടില്ല. ആൻഡ് നൗ എവറിത്തിങ് ഈസ് ഓപ്പൺ. ആൻഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൈക്ക് നമ്മൾ ഇത്രയും അടുത്ത് കിടന്നിട്ട് നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു റിഗ്രറ്റ് ഇല്ലായികയില്ല. Now I understood Trivandrum life is the best than Kochi. I felt like that. I don't know. നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ പറയാം. ഇതും ഒരു കഫേ ആട്ടോ, ലവ്. നല്ല രസമുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട്. വാം ലൈറ്റിങ്ങിന് പകരം അതും കൂടെ മിക്സ് ആക്കിയിട്ടൊരു പിങ്ക് ലൈറ്റിംഗ്. ഇവിടെ ഹലോ 26 എന്നെഴുതിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഈ കഫേയും കാണാൻ. വലിയ ഫിഷ് ആണെന്നറിയാം. ഇതുവഴി അതൊന്നും ഇറങ്ങുമോ?
നോ. ബീച്ച് കാണാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതുവഴി താഴോട്ട് സ്ഥലമുണ്ട്. അയ്യോ, ചാടി ചാടി പോകുന്ന കണ്ടില്ലേ. എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പതുക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. എനിക്കിപ്പോഴും നല്ല സംശയമുണ്ട്, ഇവരുടെ 40s തന്നെയാണോ എന്ന്. ഞാൻ വല്ല എന്താ പറയുക, ചൈൽഡ് മാരേജിലുണ്ടായ കുട്ടിയാണോ എന്ന്. എന്തൊരു എനർജിയാണെന്നറിയാമോ. ജിമ്മിലൊക്കെ പോകുമ്പം ഇതിനൊരു ക്ഷീണവും ഇല്ലയോ എന്ന് ഞാൻ ആലോചിച്ച് പോകും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നോട് പറയാം, അയ്യോ എനിക്ക് അവിടെ വയ്യായേ, എനിക്ക് ഇവിടെ വയ്യാന്ന്. എന്നാൽ എനർജി കുറച്ച് കുറയ്ക്കുമോ, അതുമില്ല. അതങ്ങനത്തെ ഒരു സാധനം. സോ നമ്മൾ ഇവിടുന്ന് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ പൊടി പോലും കാണാനില്ല. ഐ തിങ്ക് ഷീ ഹാസ് ഓൾറെഡി റീച്ച്ഡ് ദെയർ. സോ കുറച്ച് നേരം നമുക്ക് ബീച്ച് എക്സ്പീരിയൻസ്, അവിടെ നിന്ന് എന്നെക്കാൾ മുന്നിലെത്തി എന്നുള്ള അഹങ്കാരം. ഞാൻ എന്തൊക്കെ കാണണം. സോ നമുക്ക് മാന്യമായിട്ടുള്ള വഴി കൂടെ കയറി പോവാം. ഈ തലതെറിച്ചവള് അങ്ങനെ കല്ലും മലയൊക്കെ ചാടി വരട്ടെ, നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിപ്പോവും. ഞാൻ അതുപോലെ മരം കയറിയല്ലല്ലോ. അയ്യോ, ഇവിടുന്ന് സ്റ്റെപ്പ് ഇല്ലാതാണോ. അയ്യോ ഗൈസ്, ഞാൻ ശശിയായി. സാരമില്ല, നമ്മൾ ഷില്ലോങ്ങിൽ ഇതിനപ്പുറം ചാടിക്കടന്നവളാണ് ഈ മഹിമ എസ്. ഓക്കെ, അയ്യോ എൻ്റെ പൊന്നെ, വീണാ നാണം കെടുമല്ലോ. ഓക്കെ ഓക്കെ, വി ഹാവ് റീച്ച്ഡ്. അങ്ങനെ ആ ഒരൊറ്റ ചാട്ടത്തിൽ, അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ചാടിയത്. ചാട്ടത്തിൽ നടു ഉളിക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. കയ്യിൽ ഫോൺ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായതുകൊണ്ട് അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം ബീച്ച് ലൈഫൊക്കെ എൻജോയ് ചെയ്തിട്ട് വരാം. ഇറ്റ്സ് സോ ഗുഡ് ആക്ച്വലി. ഇവിടെ ഇത്രയും നല്ലൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല. കൊച്ചൻ എന്നോട് കുറേ നാളായിട്ട് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു നമ്മൾ കാണാത്തതൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇറ്റ്സ് സോ മെസ്മറൈസിങ്. എനിക്കാണെങ്കിൽ വെള്ളത്തിലിറങ്ങാൻ ആഗ്രഹമില്ല, കാരണം ഞാൻ ഓൾറെഡി ഒരു വട്ടം കുളിച്ചതാണ്. അതുകൊണ്ട് ഞാൻ നാളെ ബീച്ച് ലൈഫ് എൻജോയ് ചെയ്യുന്നുള്ളൂ. ഞാൻ നല്ല കുട്ടിയായിട്ട് ഇവിടെ അടങ്ങിയിരിക്കുകയാണ്. ഗുഡ് ഗേൾ ആണ്, ഗുഡ് ഗേൾ. എൻ്റെ അമ്മ പിന്നെ എന്ത് ചെയ്യാനാ, ഇങ്ങനെ വഴക്കാളികളായിട്ടുള്ള അമ്മമാരുണ്ടായാൽ എന്നെപ്പോലെ കുറച്ച് റെസ്പോൺസിബിളായ ഉണ്ടെങ്കിൽ ജീവിച്ച് പോവാം. ഞാനൊരു പാവമായതുകൊണ്ട് കുഴപ്പമില്ല. സോ എൻ്റെ ഫോണിലെ ചാർജ് തീരാറായി, അതുകൊണ്ട് വി ആർ ഗോയിങ് ബാക്ക്. കൂടാ വഴി കൂടെ വന്ന് എവിടേക്കോ കണക്റ്റായി. ഇനിയിപ്പം 350 മീറ്റർ എന്നാണ് കാണിക്കുന്നത്. ആക്ച്വലി ഗൂഗിൾ കാണിച്ച വഴിയല്ല പകുതി വന്നത്. പിന്നെ ഞങ്ങളൊരു ഓവർ കോൺഫിഡൻസിൻ്റെ പുറത്തിങ്ങി വന്നു. ആൻഡ് വെൻ വി സോ ദ മെയിൻ റോഡ് നമുക്ക് മനസ്സിലായി ഓക്കെ നമുക്ക് എത്താൻ പറ്റും എന്തായാലും. അങ്ങനെ ഒരു ബിലീഫിൻ്റെ പുറത്തിങ്ങി വന്നു. ഇനിയിപ്പോൾ 300. അയ്യോ, ബുദ്ധി കൊണ്ട് അങ്ങ് ഒഴുകുക കുഞ്ഞ്. ഞാൻ എങ്ങനെയാണെങ്കിലും 4 കാലിലേ വീഴത്തുള്ളൂ. ഓക്കെ മിസ് സുരഭി. മൊത്തം ഒരുപാട് റിസോർട്ട്സ് ഉണ്ട് കേട്ടോ. ഞാൻ പക്ഷേ ഗൂഗിളിൽ നോക്കിയപ്പോൾ വളരെ ലിമിറ്റഡേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളുടെ സ്റ്റേ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ആസ്തെറ്റിക് ലുക്കാണ്. ഇനിയിപ്പോൾ 220 മീറ്ററും കൂടെ ഉണ്ട്. നമ്മൾ അവിടെ എത്തിയിട്ട് ഫോൺ ചാർജ് ചെയ്തിട്ട് ഇനി അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ആൻഡ് പറ്റുവാണെങ്കിൽ ആയുർവേദിക് മസാജ് ട്രൈ ചെയ്യണമെന്നുണ്ട്. ലെറ്റ്സ് സീ. ഞങ്ങളുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് സീ ഞങ്ങളുടെ ഹോട്ടലിലെ നൈറ്റ് വ്യൂ. ഇനി അവിടുത്തെ ആ ഒരു നൈറ്റ് വൈബ് ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി അത് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് നോക്കാം അതെ ശരിക്കും റിയൽ വേഴ്സസ് റിയാലിറ്റി എന്താണെന്ന് നോക്കാം.
ഇവിടെയൊക്കെ കുറച്ചുകൂടെ ലൈറ്റ്സ് വേണം. ഭയങ്കര ഒരു ഇരുട്ട് ഫീൽ ചെയ്യുന്നു. കുറച്ചുകൂടെ ലൈറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനും. റൂറൽ വൈബ്സ്. മൊത്തത്തിലൊരു കാട്ടിക്കേറിയ വൈബാണ്. പക്ഷെ എനിക്കിതിഷ്ടമാണ്. ഇങ്ങനെ ഫുൾ കാടൊക്കെ ആയിട്ട്. ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ മസാജ് സെൻറ്റർ. എന്തായാലും ഫോൺ ചാർജ് ചെയ്തിട്ട് ബാക്കി കാര്യമുള്ളൂ. കുറേ അങ്ങ് കഫേ തപ്പി അങ്ങ് ഫ്രണ്ടിൽ പോയി. പിന്നെ സ്റ്റേ എവിടെയായിരുന്നെന്ന് മറന്നുപോയി. പിന്നെ ലാസ്റ്റ് കണ്ടുപിടിച്ചു. ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കര ഒരു കൺഫ്യൂസിങ് ഏരിയ ആണ്. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചു. ഇവിടെ നല്ല രസമാണ് കേട്ടോ. നൈറ്റ് ഈ ലൈറ്റൊക്കെ ഇട്ടപ്പം പ്രത്യേക ഒരു വൈബ്. ഭയങ്കര ക്വയറ്റാണ്. ആക്ച്വലി കപ്പിൾ ഫ്രണ്ട്ലി കോട്ടേജാണിത്. അങ്ങനെ നമ്മൾ നമ്മളുടെ റൂമിലെത്തി. ഐ എം മോർ ക്യൂട്ട് അല്ലേ? അങ്ങോട്ട് പിടിക്കുന്നില്ല. മെനു കാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഡിസൈഡ് ചെയ്തല്ലോ എന്ത് വേണമെന്ന് നോക്കിയിട്ട് ഡിസൈഡ്. ഡിന്നർ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആൽഫ്രഡോ ചിക്കൻ പാസ്തയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മ ഒരു മസാല ഓംലറ്റ്. ആൻഡ് ഫൈനലി ഇറ്റ്സ് ഹിയർ. ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തു. ഇവിടെ എല്ലായിടത്തും ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇത് കൊള്ളാം. ഭയങ്കര എനിക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. വൈറ്റ് സോസ് പാസ്ത, ആൽഫ്രഡോ ചിക്കൻ പാസ്ത. വൈറ്റ് സോസ് പാസ്ത അല്ല, ആൽഫ്രഡോ ചിക്കൻ പാസ്ത. അമ്മയുടെ എങ്ങനെയുണ്ട്? ഇവിടെ മസാല ഓംലെറ്റ് ആയിരുന്നു. So let's try this. എന്നാലും എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട കൊള്ളാം. എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോയി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ടയേർഡ് ആയതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേയിലുള്ള എക്സ്പീരിയൻസ്. സെക്കൻഡ് ഡേ നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. ലവ് യു. ബൈ ബൈ.